അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് അമ്മയുടേത്. നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ മനസ്സറിഞ്ഞ് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കാതെ എല്ലാം നൽകുന്ന ഒരേ ഒരു പുണ്യം. വെയിറ്റ് ആ അമ്മയല്ല, ഇത് വേറെ ഒരമ്മ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഇനി ആളുകൾ പറയും അസോസിയേഷൻ ഓഫ് മലയാളം സിനിമ ആർട്ടിസ്റ്റ്. സിനിമയല്ല സുഹൃത്തുക്കളെ, സിനിമയല്ല, നമ്മുടെ അമ്മയുടെ മീറ്റിംഗ് ആണ്. ഒരു ദിവസം രാജി, അടുത്ത ദിവസം സ്റ്റേ, പിന്നെ അഡ്ഹോക് കമ്മിറ്റി, അതിന് വീണ്ടും സ്റ്റേ, പിന്നെ പുതിയ കമ്മിറ്റി, അതിന് വീണ്ടും ചർച്ച. ഇത് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ചോദിക്കുന്നത് എന്താണെന്നല്ലേ, ഇതിൻ്റെ അവസാനത്തെ എപ്പിസോഡ് എന്താണ്? ഒരു പ്രാവശ്യം അമ്മയുടെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇന്ന് ഇത് സമാധാനപരമായേ തീരൂ. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ന്യൂസ്, അമ്മയിൽ വീണ്ടും സംഘർഷം. അപ്പോൾ അതിൽ ഒരാൾ പറയുന്നു ഞാൻ രാജിവെക്കുന്നു. അതിന് മറുപടിയായി മറ്റൊരാൾ പറയുന്നു ആ രാജി ഞങ്ങൾ അംഗീകരിക്കില്ല. മൂന്നാമനാണെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. അടുത്തത് പറയുന്നത് പ്രസ് മീറ്റ് വിളിക്കാം. ഇത് കണ്ട മാധ്യമങ്ങൾ പറയും യെസ്, ഇന്നത്തെ പ്രൈം ടൈം റെഡി. ഇനി അടുത്തത് അമ്മയിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ള അവസ്ഥയാണ്. സിനിമ റിലീസിനേക്കാൾ കൂടുതൽ സസ്പെൻസ് ഇവിടെയാണ് വരുന്നത്. ആരാണ് പ്രസിഡന്റ്, ആരാണ് സെക്രട്ടറി, ആരാണ് പിന്തുണച്ചത്, ആരാണ് എതിർത്തത്, അങ്ങനെ ആകെ കൂടെ ജഗപുക. ഇതെല്ലാം കാണുന്ന ഒരു സാധാരണ സിനിമാ പ്രേമി ചോദിക്കും, ചേട്ടാ ഒരു സിനിമ റിലീസ് ചെയ്താൽ പോരായിരുന്നോ, സംഭവം സൂപ്പർ ഹിറ്റാകുമെന്ന്. പക്ഷേ ഇതൊന്നുമല്ലാതെ വേറെ ഒരു അമ്മ സംഘടന ഉണ്ടായിരുന്നു. 1990കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലെ നിരവധി അഭിനേതാക്കൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ഇത്തരം കലാകാരന്മാർക്ക് സഹായം നൽകാനും അഭിനേതാക്കൾക്കിടയിൽ ഐക്യം വളർത്താനുമായി ഒരു ക്ഷേമ സംഘടന വേണമെന്ന ആശയം ഉയർന്നു വരുന്നു. അങ്ങനെ 1994 അസോസിയേഷൻ ഓഫ് മലയാളം സിനിമ ആർട്ടിസ്റ്റ് ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഭിനേതാക്കൾക്ക് ധനസഹായം നൽകുക, ചികിത്സാ സഹായം ഉറപ്പാക്കുക, പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സംഘടനയുടെ ആദ്യ വളർച്ചയിൽ മധു, മമ്മൂട്ടി, മോഹൻലാൽ, ഇന്നസെന്റ്, തിലകൻ തുടങ്ങി നിരവധി പ്രമുഖരുടെ പങ്ക് ശ്രദ്ധേയമായിരുന്നു. കാലക്രമേണ അമ്മ ഒരു ക്ഷേമ സംഘടന എന്നതിലുപരി മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ ഔദ്യോഗിക കൂട്ടായ്മയായി വളർന്നു. അംഗങ്ങളുടെ ചികിത്സാ ചെലവ്, വിദ്യാഭ്യാസ സഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, മരണാനന്തര ധനസഹായം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ സംഘടന നടപ്പിലാക്കി പോന്നു. സംഗതി അങ്ങനെ ഒരു ഓളത്തിൽ പൊക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭ തിലകൻ മലയാള സിനിമയിലെ ചില പ്രമുഖരുടെ ഇടപാടുകൾക്കെതിരെയും സംഘടനയിലെ വിവേചനത്തിനെതിരെയും മാധ്യമങ്ങളിലൂടെ പരസ്യമായി രംഗത്ത് വന്നതിനെ തുടർന്ന് അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് 2010 ഏപ്രിൽ മാസത്തിൽ തിലകനെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നത്. സംഘടനയെയും അതിൻ്റെ ഭാരവാഹികളെയും പരസ്യമായി വിമർശിച്ചതും മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയതും അച്ചടക്ക ലംഘനമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഇവിടെയാണ് മലയാള സിനിമയുടെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സംഭവം അരങ്ങേറുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുങ്ങി അന്തരീക്ഷം ഒന്ന് ശാന്തമായപ്പോൾ 2017 ഒരു പ്രമുഖ നടൻ ഒരു പ്രമുഖ നടിയെ ലൈംഗികമായി അതിക്രമിച്ചതുമായുള്ള ഒരു വാർത്തയിൽ പ്രതി ചേർക്കപ്പെടുന്നു. ഇത് മറ്റൊരു തുടക്കമായിരുന്നു. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് ഭാഗം എന്ന് പറയുന്ന പോലെ രണ്ട് പ്രമുഖന്മാർക്കും സപ്പോർട്ട് ചെയ്യാൻ ആളുകളെത്തി. അങ്ങനെ ഒരു കൂട്ടർ സിനിമയിലെ സ്ത്രീകളെ മാത്രം സംരക്ഷിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെയായി ഒരു സംഘടന അങ്ങ് തുടങ്ങി, WCC, വുമൻസ് ഇൻ സിനിമ കളക്റ്റീവ്. പക്ഷേ അതിൻ്റെ കളക്ടിവിറ്റി അത്രയങ്ങ് ശരിയായില്ലെങ്കിലും ഇവരുടെ കർശനമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ 2024 ഒരു റിപ്പോർട്ട് അങ്ങ് വന്നു, ദ ഗ്രേറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് വന്നതോടെ പല മാന്യന്മാരുടെ മുഖം മൂടി അങ്ങ് പൊളിഞ്ഞു. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽപരമായ ലൈംഗിക അതിക്രമണ ആരോപണങ്ങളായിരുന്നു ഫോക്കസ്. പക്ഷെ കൂട്ടത്തിലൊരു പവർ ഗ്രൂപ്പും വന്നു. അവിടെ കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ പരാമർശിക്കപ്പെട്ടു. റിപ്പോർട്ടിന് പിന്നാലെ അമ്മയുടെ പ്രവർത്തന രീതിയും നേതൃത്വവും വിമർശന വിധേയമായി. തുടർന്ന് സംഘടനയിലെ ചില ഭാരവാഹികൾ രാജിവെക്കുകയും സംഘടനയുടെ ഭാവി, ഘടന, പരിഷ്കാരങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടക്കുകയും ചെയ്തു. അങ്ങനെ 2025
ശ്വേതാ മേനോൻ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ സെക്രട്ടറിയും ഹൻസിബ ജോയിന്റ് സെക്രട്ടറിയായി പുതിയ കമ്മിറ്റി അങ്ങ് തുടങ്ങി. പക്ഷെ അതങ്ങ് ഒത്തുപോകുന്നില്ല. എന്താന്നല്ലേ, ആദ്യം തന്നെ നമ്മുടെ തലവി ശ്വേതാ മേനോൻ ഞാനിതാ രാജി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ മാലാപാർവതി ആൻഡ് ഹൻസിബ ടീം ആഹാ എന്നാ പിന്നെ അങ്ങോട്ട് പോര്, കമ്മിറ്റിയിലേക്ക് ഇനി തിരിച്ചു കയറണ്ടല്ലോ. അപ്പൊ വീണ്ടും ശ്വേതാ മേനോൻ വരുന്നു. അയ്യോ അത് പറ്റില്ല, ഇപ്പോ മമ്മൂട്ടിയും ലാലേട്ടനും വിളിച്ച് നീയാണ് അമ്മയുടെ ഒരേ ഒരു പ്രസിഡന്റ്, ഒരു ഇഞ്ച് അനങ്ങരുത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ദേ തിരിച്ചു വരുന്നു. അങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം നിലപാട് മാറ്റുന്നതും അത്ര ശരിയല്ല. സോ ഗൈസ്, ലെറ്റ് us go to the latest രംഗം ഓഫ് ദിസ് എപ്പിസോഡ്സ്. ഹൻസിബ ടിനി ടോമിനെതിരെ പരാതി കൊടുക്കാൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. 1 മണിക്കൂർ കാത്തു നിന്ന ഹൻസിബ പോലീസിനെ കാണാനില്ലെന്നും പറഞ്ഞ് നേരെ പോയി ഒരു പ്രസ് മീറ്റ് അങ്ങ് കൊടുക്കുന്നു. കൂടെ നമ്മുടെ മലാപാർവതിയും ഉണ്ട്. ശ്വേത BJP-യിൽ നിന്ന് 2 കോടി വാങ്ങി, പോരാത്തതിന് അദാനി ഗ്രൂപ്പിൽ നിന്നും 15 കോടി വേറെയും വരാനുണ്ടെന്ന് പത്മജ മേനോൻ പറയുന്ന ഓഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, സ്പോൺസർഷിപ്പിൽ 1 കോടി വരുമെന്ന് പറഞ്ഞ് 75 ലക്ഷമാക്കി കുറച്ചു. അങ്ങനെ അതും പ്രശ്നമായി. പക്ഷേ ശ്വേതാ മേനോൻ പറയുന്നു, ഞാൻ പവർ ഗ്രൂപ്പിന് എതിരെയാണ് നിൽക്കുന്നത്, പക്ഷേ തനിച്ച് ഒരു സ്ത്രീ എന്ന രീതിയിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന്. ചുരുക്കം പറഞ്ഞാൽ സിനിമയിലെ ട്വിസ്റ്റുകളെ വെല്ലുന്ന തിരക്കഥയുമായി അമ്മ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ, മുന്നോട്ട് പോവുകയാണ്. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ ഇതിലും വലിയ നാടകീയ രംഗങ്ങളും ട്വിസ്റ്റുകളും, ഇനി വേണമെങ്കിൽ ഒരു എരിവിന് ഒരു ഡാൻസും കൂടി കാണുമായിരിക്കും. അത് വരുന്നവരേക്കും നന്ദി, വണക്കം.